ഇതൊരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവം കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ചുമ്മാ ഞങ്ങൾ ടൗണിൽ കറങ്ങുമായിരുന്നു. അപ്പോൾ അവിടെ കടല വിൽക്കുന്ന ആളെ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഇയാളെ കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇയാൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എടാ നമ്മൾ ഇയാളെ കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, ഇയാൾക്ക് ഒരു മാറ്റമില്ല, ഇയാൾക്കൊരു ഗ്രോത്തും ഇല്ല, നിങ്ങൾ ഭയങ്കര പരാജയമാണല്ലേ. അവനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ ദേഷ്യത്തോടെ എന്നോട് ചോദിച്ചു, അയാൾ പരാജയമാണെന്ന് പറയാൻ നീ ആരാ? അയാളൊരു മാസം ലക്ഷങ്ങളൊന്നും സമ്പാദിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അയാൾ കിട്ടുന്ന വരുമാനം കൊണ്ട് അയാളുടെ ഫാമിലി നോക്കുന്നുണ്ടായിരിക്കും, അവരതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റിയില്ല. കാരണം അവൻ പറഞ്ഞത് 100% ശരിയായിരുന്നു. അയാൾക്ക് വലിയ കാറോ ആഡംബര ബംഗ്ലാവോ ഒന്നുമില്ല. അയാൾക്ക് ഒരു മാസം കിട്ടുന്ന വളരെ തുച്ഛമായ വരുമാനമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് അയാൾക്ക് അയാളുടെ ഫാമിലി നോക്കാൻ പറ്റുന്നതായിരിക്കും. ആ കിട്ടുന്ന വരുമാനത്തിൽ അയാളും അയാളുടെ ഫാമിലിയും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, അവർ മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും. സോ ഞാൻ അയാളുടെ ലൈഫ് പുറമെ നോക്കിയാണെന്ന വ്യക്തിയാണ്. എനിക്ക് ഒരിക്കലും അയാൾ ഫ്ലോപ്പാണോ സക്സസ് ആണോ എന്ന് പറയാൻ കഴിയില്ല. സോ അങ്ങനെ സിമ്പിളായ ജീവിതം ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്തെങ്കിലും ചെറിയ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം പണിയുമായിട്ട് തിരിച്ചു വരുന്നു, പിന്നെ കുറച്ച് നേരം സുഹൃത്തുക്കളുടെ കൂടെ സംസാരിക്കുന്നു, നൈറ്റ് തിരിച്ച് വീട്ടിൽ പോകുന്നു, മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. സോ അവർ ലൈഫിൽ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് കിട്ടുന്ന വരുമാനത്തിലും ആ ലൈഫിലും അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. അതുകൊണ്ട് ഒരാൾ എത്രത്തോളം ഏൺ ചെയ്യുന്നു നോക്കിയിട്ട് അയാൾ സക്സസ് ആണോ ഫ്ലോപ്പ് ആണോ നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. കാരണം ചില ആളുകൾക്ക് ഫ്രീഡം ആയിരിക്കും സക്സസ്, ചില ആൾക്ക് മനസ്സമാധാനമായിരിക്കും സക്സസ്, ചില ആളുകൾക്ക് സ്ട്രെസ് ഫ്രീ ആയ ലൈഫായിരിക്കും സക്സസ്. സോ സക്സസ് ഈസ് പ്യുവർലി പേഴ്സണൽ. ശരിയല്ലേ?